ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ മുഫീദൻ്റെ എൻഗേജ്മെൻറ്റിന് പോവാണ് കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാൻ വേണ്ടി അതുല്യ വരുന്നുണ്ട്. അപ്പം ഞാൻ അന്നത്തെ റെയിൽവേ തന്നെയാണ് കേട്ടോ ഇപ്പോഴും. അപ്പം അവിടെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവിടെ അതുല്യ വരാൻ പറഞ്ഞ്. അപ്പം എന്തായാലും നമുക്ക് അതുല്യ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇന്ന് വന്നത് നമ്മളെ മുഫീദല്ല എന്നെ വിളിക്കാൻ, അതുല്യൻ്റെ വീട്ടിലേക്ക്. ഇന്ന് മുഫീദൻ്റെ വീട്ടിലേക്ക് അതുല്യ എന്നെ വിളിക്കാൻ പറ്റുന്നു. ചില കാണാം. എന്താണ് ധാവണി എന്തൊക്കെ ഇട്ടിട്ടാ കണ്ട് ലുക്ക് അയക്കണല്ലോ. എനിക്ക് എന്തായാലും എൻ്റെ എൻഗേജ്മെന്റ് അന്ന് നമുക്ക് അതിലിനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം എനിക്ക് ഞാൻ വിളിച്ചില്ലേ, അത് ഞാനെത്തി. എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചിരുന്നു, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. ലുക്ക് അയക്കണ്ട വെച്ചാള് സത്യത്തില്ല ഭംഗിയുണ്ട് ഒക്കെ. അതിൻ്റെ തോന്നൽ മാത്രം, ലുക്കില്ല. ഇനി എന്തായാലും മുഫീദനെ വീട്ടിലെത്തിയാൽ കാണിക്കല്ലേ. മുഫീദനെ ഓളോടെ പറഞ്ഞിട്ട് ചെയ്യാൻ ആ വരേണ്ട കാര്യം വരുന്നില്ല എന്നാ പറഞ്ഞത്. സർപ്രൈസ് ആവോ, വീഡിയോ എടുക്കാൻ പറ്റുമോ? ഓളോടെ ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ ഇച്ചിട്ട് വെച്ചാൾ കുറേ ചൂടായി മുഫീദ. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും വലിയ എനിക്ക് ഞാൻ പിന്നെ കോളാട്ടാക്കി. ഇനി സർപ്രൈസ് ആയിട്ട് പോകാൻ വെച്ചാൽ എൻഗേജ്മെൻ്റ് അല്ലേ. അപ്പോൾ നോക്കട്ടെ ഓൾക്ക് സർപ്രൈസ് ആവോ, വീഡിയോ എടുക്കാൻ പറ്റുമോ. വീഡിയോ എടുക്കാൻ പറ്റിയാൽ മതി. 1 മണിക്കല്ലേ ചെക്കൻ വരിക? 1 മണിക്കാ? 52 ആക്കിക്കൂടെ നടക്കാം. ഞങ്ങൾക്ക് ജീവിതം തന്നെ വേണ്ട. എന്താ വീടെ എത്തിയിട്ടാണ് സ്ഥിരം വീട്ടിൽ പോവാ. ചിരിയുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയാവുന്നുണ്ട്. നോക്കട്ടെ പന്തലൊക്കെ എത്തിക്കണല്ലോ. ഗായ് സർപ്രൈസ് നൈസായിട്ട് കൊള്ളാം. എന്താ വെച്ചാൽ അതുല്യൻ്റെ വീട്ടിൽ നിന്നാണ് ചതി. എന്താണെന്ന് വെച്ചാൽ അതുല്യനെ കാണാഞ്ഞിട്ട് മുഫീദ് അതുല്യൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അതുല്യ എന്നെ വിളിക്കാൻ വന്നു പറഞ്ഞു. അങ്ങനെ നമ്മളെ സർപ്രൈസ് അവിടെ കൊള്ളായിട്ടാ. നോക്കട്ടെ തന്നെ എന്നിട്ട് നമ്മളെ മുഫീദ ഉണ്ടോ ഞങ്ങൾക്ക് അന്നാ തോളന്നെ കുടിക്കാൻ കിളവി. പുതിയ ഡ്രസ്സാ എൻഗേജ്മെൻറ്റുകൾ. അയ്യേ ഇതൊക്കെ നല്ല പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ടോ? എന്തിനാ ജി പേടിക്കുന്നു? അത് നമുക്ക് വിഷയമില്ല. അത് വരുന്നു മുഫീദ. സെറ്റാളെ കണ്ടില്ല. സെറ്റാണ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇതന്നെ അവിടുന്ന് മാറ്റിച്ചാണ്ടത്. ഇവിടെ സ്റ്റോറി നമുക്ക് വേറൊരു ദിവസം കേൾക്കാം. നമ്മളോടൊന്നും പറഞ്ഞില്ലോ ഓള്. നമ്മൾക്ക് ചൂടെടുക്കണേ, നമുക്കൊക്കെ വാങ്ങാൻ തണുപ്പാ. നമ്മൾ വീട്ടിൽ പോവാ. ബൈ ബൈ സി യു. മുഫീദ വരില്ല. മുഫീദാ ഒന്നോളിപ്പോ കിടയിലല്ലേ മറ്റാള് കുറെ മുട്ടായി കിട്ടിയല്ലേ. കണ്ടോ എനിക്ക് രാറ്റ കാണിക്കാൻ പോണു. ഇപ്പോൾ ഒളിഞ്ഞും പാത്തും ബൈ പറഞ്ഞ നല്ല രീതി പറ. ബൈ പറയേ. ഒരു തവണ കൂടി ബൈ.